സാർ നമസ്കാരം. നമസ്കാരം. പഴയകാലത്ത് നമ്മുടെ തറവാടിൻ്റെ ഉമ്മറത്ത് ഒരു ചാരുകസേര ഉണ്ടാവും. ഈ ചാരുകസേരയിൽ അവിടെ ഒരു കാരണവരും ഉണ്ടാകും. കാരണവർ തറവാട്ടിൽ എന്തൊക്കെ നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും കാരണവരായിരിക്കും. പഴയ കുറച്ച് ആദർശങ്ങളും മൂരാച്ചി സമ്പ്രദായങ്ങളും ഒക്കെയുമായി കാരണവർ ഈ കസേരയിൽ ഇങ്ങനെ ഉണ്ടാകും. എന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഒരു കാരണവശാലും മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ പുതുതലമുറയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിക്കാനോ അവരുടെ ആകാശത്ത് പറന്നു പോകാനോ അവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കുവാനോ ഈ കാരണവർ സമ്മതിക്കെത്തുമില്ല. പറഞ്ഞു വരുന്നത് ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിലാണ് കോൺഗ്രസിൻ്റെ പൂമുഖത്തൊരു ചാരുകസേരയിൽ VM സുധീരൻ എന്ന പഴയ കോൺഗ്രസ് നേതാവിൻ്റെ ഇരിപ്പ്. VM സുധീരൻ കോൺഗ്രസിൽ AK ആന്റണിയേക്കാൾ വലിയ ആദർശധീരനാണ് എന്നുള്ളതാണ് വൈപ്പ്. ഇപ്പോൾ PM ശ്രീ പദ്ധതി, അതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിൽ നികുതി ഇളവ് കൊടുത്തത്, ഇതുപോലുള്ള പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി VD സതീശന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനോ അല്ലെങ്കിൽ CPM ഓ CPI ഓ അല്ല, അത് VM സുധീരൻ തന്നെയാണ്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, VM സുധീരൻ എന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന് നൽകിയിരിക്കുന്ന വ്യക്തിഗതമായ സംഭാവനകൾ എന്താണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് VM സുധീരനിലൂടെ ലഭ്യമായ എന്താണ് എടുത്തു പറയത്തക്ക മേന്മകൾ? 29 ബാറിൽ നിന്നും ഏതാണ്ട് 900 ശിഷ്ടം ബാറായി പിണറായി വിജയൻ സർക്കാർ കാലത്ത് ബാറിന്റെ എണ്ണം കൂട്ടിയപ്പോഴും ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ നേരത്തെ തുറക്കുക, രാത്രി വൈകി അടയ്ക്കുക എന്നിങ്ങനെ ഉണ്ടായപ്പോഴും ആശാവർക്കർമാർ അതിജീവന സമരത്തിന് വേണ്ടി 100 രൂപയെങ്കിലും കൂട്ടിത്തരാൻ വേണ്ടി പൊരിവെയിലത്തും പെരുമഴയത്തും സെക്രട്ടേറിയറ്റ് നടയിൽ സമരമിരുന്നപ്പോൾ VM സുധീരൻ്റെ ആദർശങ്ങളെല്ലാം എവിടെയായിരുന്നു എന്നുള്ളതാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സ്പീക്കറായിരിക്കുമ്പോൾ സ്വന്തം പാർട്ടിയിലെ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിച്ച ഒരു സ്പീക്കർ എന്ന ഖ്യാതിയും VM സുധീരന് തന്നെയാണ്. എന്നിട്ടിപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ താൻ കൂടി വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ള നാട്യത്തോടു കൂടി VD സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ ഇടം ബലം തിരിയാൻ പറ്റാത്ത ആദർശ ചിന്താഗതിയുമായി സുധീരൻ കോൺഗ്രസിന്റെ പൂമുഖത്ത് കസേരയിട്ടിരുന്നു കൊണ്ട് പഴയ മൂരാച്ചി കാരണവരെ പോലെ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള ഗതിയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ധാരാളം വിമർശനങ്ങളും പരാതികളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇരിക്കേണ്ട സ്ഥാനത്തിരുന്നാൽ എല്ലാവരും ബഹുമാനം കാണിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വക്താക്കൾ പ്രകടിപ്പിക്കുന്നത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണല്ലോ. എങ്ങനെയാണ് സുധീരൻ്റെ ഈ നടപടിക്രമങ്ങളെ അങ്ങ് നോക്കിക്കാണുന്നത്? പ്രദീപ് അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്, എല്ലാവരെയും നോക്കിക്കാണുമ്പോൾ ബഹുമാനത്തോടെ അങ്ങോട്ട് നോക്കിക്കണ്ടാൽ ഇങ്ങോട്ടും ആ ബഹുമാനം തിരിച്ചു കിട്ടും. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ള പോളിസി. സുധീരൻ സമൂഹത്തിൽ എങ്ങനെയാണ് മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പേരെടുത്തത്, അല്ലെങ്കിൽ വേറൊരു ഇമേജ് ഉണ്ടാക്കിയത് എന്നുള്ളത്. സുധീരൻ ചാരുകസേരയിൽ ഇരിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ 2 കാര്യങ്ങൾ പറയാൻ മറന്നുപോയി. ഒന്ന്, ശുഭ്രവസ്ത്രധാരിയായിരിക്കും. ഒരു ചെളിയോ പാടോ ഒന്നും അല്ലാത്ത നല്ല അലക്കി തേച്ച കളർ വസ്ത്രത്തിൽ ഗാന്ധിയേക്കാൾ ശുഭ്രവസ്ത്രധാരിയായിട്ടായിരിക്കും സുധീരനെ കാണുന്നത്. അല്ല, മിക്കവാറും ഇത്തരക്കാർക്കൊക്കെ പലർക്കും വിയർപ്പിന്റെ അസുഖമുള്ളതിന്റെ പേരിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ കേട്ടേക്കുന്നത്. വടിവത്ത് എന്താണ് തേച്ച് വടിവത്ത് ഇസ്തിരിയിട്ട് വടിവത്ത് ഡ്രസ്സിൽ അവർ എപ്പോഴും കാണപ്പെടും. ആ വസ്ത്രങ്ങളിൽ ഒരു ചെളിയോ പാടോ ഉണ്ടാവില്ല. എവിടെയും അധ്വാനിക്കുന്ന മേഖലയിൽ ഇവരെ കാണാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാർ തൊട്ട് പിന്നെ പഴയകാല കാരണവന്മാരുടെ കൂട്ട് ഒരു കോളാമ്പിയുടെ കുറവ് പറഞ്ഞു. മുമ്പിലിരിക്കുന്ന കാരണവരുടെ അടുത്ത് എപ്പോഴും മുറുക്കി തുപ്പാൻ കോളാമ്പിയോ അല്ലെങ്കിൽ ഒരു കാര്യസ്ഥനോ പരിചാരകരോ എടുത്തുകൊണ്ട് കളയാനുണ്ടായിരിക്കും. സുധീരനും കോളാമ്പിയുണ്ട്. അത് പല കോൺഗ്രസ് നേതാക്കന്മാരെയും മാറി മാറി തുപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് മുരളീധരനും കരുണാകരനുമായിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കുറേശ്ശെ മദ്യം ബാബു, KM മാണി തുടങ്ങിയവർക്കെതിരായിട്ടായി. ഇങ്ങനെ തുപ്പുക എന്നുള്ളതും കൂടെ പുള്ളിക്കൊരു മസ്റ്റാണ്. എങ്കിൽ മാത്രമേ പുള്ളിയുടെ ഇമേജ്. ഇനി എങ്ങനെയാണ് സുധീരൻ്റെ ഇമേജ് ഒരു നിഷ്പക്ഷ നീതിമാനായ നീതിബോധമുള്ള രാഷ്ട്രീയ നേതാവായിട്ട് വളർത്തിയിടുന്നു ഒന്നെന്ന് സൂക്ഷിക്കുക. ഇപ്പോൾ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ജനശ്രദ്ധ ആകർഷിച്ച പൊതു പരിപാടികൾ, ഉദാഹരണത്തിന് വനനശീകരണം അല്ലെങ്കിൽ സൈലൻറ്റ് വാലി, അപ്പോൾ അവിടെ സുഗതകുമാരിയും അതുപോലുള്ളവരും സജീവമായി സമരരംഗത്ത് വരികയും കേരളത്തിലെ നിഷ്പക്ഷരായ ജനങ്ങൾ അത് നല്ലതാണ്, അവരുടെ തീരുമാനം ശരിയാണെന്ന് പറഞ്ഞ് സമരം സജീവമാകുമ്പോൾ ആ സമരത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആരുണ്ട്? അവിടെ സുധീരനുണ്ട്. അവരിലേക്ക് വീഴുന്ന വെളിച്ചം, സുഗതകുമാരിലേക്കും മറ്റും വീഴുന്ന വെളിച്ചത്തിൻ്റെ അംശങ്ങൾ ചില റൈസെങ്കിലും സുധീരൻ്റെയും പ്രഭാവം വർദ്ധിച്ചിട്ടുണ്ട്.
പിന്നെ അതുപോലെ ഇഷ്ടംപോലെ സംഭവങ്ങൾ പറയാം. MP മുൻമതിൻ്റെ മദ്യ സമരം, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെല്ലാം കൊണ്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞ് സുധീരൻ ഏത് സമരരംഗത്താണ്, ഇപ്പോൾ കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ ഒത്തിരി സമരം പറയാനുണ്ട്. സുധീരൻ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നടത്തിയ സമരം എവിടെയാണ്? ഇനി നിയമസഭാ സാമാജികൻ എന്ന് പറഞ്ഞാൽ സുധീരനേക്കാൾ അറിയപ്പെടുന്ന നിയമസഭാ സാമാജികർ ഉണ്ടായിരുന്ന സ്ഥലമാണ് മണലൂർ. അവിടെ NI ദേവസ്വക്കുട്ടി എന്ന് പറയുന്ന MLA ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അത്ര 4-1 കഴിവ് സുധീരൻ ഇതുവരെ നിയമസഭയിൽ പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ സ്പീക്കറായിട്ട് ഇപ്പോൾ എത്രയോ ഭംഗിയായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എല്ലാവരുടെയും പ്രശംസ മേടിക്കുന്നു. ഈ ജാട കാണിക്കുന്ന അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, പ്രതിപക്ഷ നേതാവിനോട് ആ പാർട്ടിയിൽപ്പെട്ട ആൾ തന്നെ സഭയിൽ എന്തെങ്കിലും എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പോലും ഒരു മുതിർന്ന അംഗത്തോട് 2 തവണ മുഖ്യമന്ത്രിയായ ഒരാളോട് ഇത്തരത്തിൽ ഒരു കാരണവശാലും നിർബന്ധപൂർവമായ സമ്മർദ്ദപൂർവമായ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല, അത് തെറ്റാണെന്ന് തുറന്നു പറഞ്ഞൊരു സ്പീക്കർ കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതിനുള്ള പക്വത അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ്. ഇനിയും പറയാം, സുധീരനും കരുണാകരനുമായിട്ട് നിയമസഭ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുണ്ടായ വൃത്തികെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ, കാര്യത്തിനുള്ള വൃത്തികെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ. ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായപ്പോൾ സുധീരൻ A ഗ്രൂപ്പുകാരനായിരുന്നു. ആന്റണി കരുണാകരനെ കുറ്റം പറയണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ A ഗ്രൂപ്പുകാരുടെ പിന്തുണയും കിട്ടി. ആ പ്രോത്സാഹനത്തിൽ സുധീരൻ വളർന്നു. പക്ഷെ മറിച്ച് സുധീരനെ പോലെ തന്നെ A ഗ്രൂപ്പിൽ നിന്ന് വന്ന A ഗ്രൂപ്പിലെ കുറച്ചുകൂടെ സീനിയർ നേതാവായി AC ജോസ് ഇവിടെ സ്പീക്കറായിരുന്നു, കാസ്റ്റിംഗ് സ്പീക്കറായിരുന്നു. അന്ന് ആ മുഖ്യമന്ത്രിയെ മന്ത്രിസഭയെ രക്ഷിക്കാനായിട്ട് എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ കേട്ടത് AC ജോസാണ്. പാർട്ടിക്ക് വേണ്ടി എത്രയോ പേരുടെ തെറി കേട്ടിട്ടാണ് AC ജോസ് കാസ്റ്റിംഗ് മന്ത്രിസഭ രക്ഷപ്പെടുത്തിയത്, കാസ്റ്റിംഗ് വോട്ട് വഴി രക്ഷപ്പെടുത്തിയത്. അത്തരം പാരമ്പര്യമുള്ള ആൾക്കാരും കോൺഗ്രസിലുണ്ടായിരുന്നു. ഞാൻ മാത്രം സത്യവാൻ, ഞാൻ മാത്രം പുണ്യാളൻ എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പം ഉറപ്പായിട്ടും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സാർ, അതിൽ തെറ്റില്ല. ഇപ്പോൾ സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവനവൻ്റെ ആദർശങ്ങൾ അല്ലെങ്കിൽ അവനവൻ മനസ്സിലാക്കിയ ധരിച്ച് ജീവിതത്തിലൂടെ സ്വാംശീകരിച്ച ആദർശങ്ങൾക്ക് പകർത്തുന്നതിൽ തെറ്റില്ല, അത് ശരിയാണ് താനും. പക്ഷേ ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര സർക്കാരോ ഭരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇത്തരം ആദർശങ്ങളൊക്കെ പരിയമ്പുറത്ത് കെട്ടിവെച്ചുകൊണ്ട് സ്വസ്ഥമായ ജീവിതം നയിക്കുകയും പിന്നീട് കോൺഗ്രസിന്റെ മന്ത്രിസഭ കിട്ടുമ്പോൾ 10 വർഷമാണ് കോൺഗ്രസ് ഭരണമില്ലാതെ പുറത്തിരുന്നത്. അപ്പോഴൊന്നും VM സുധീരന്റെ ഒരു സുധീരത ആദർശത്തിൽ കണ്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന് അധികാരം കിട്ടിയപ്പോൾ പലപ്പോഴും പ്രാവർത്തികമാക്കാൻ പറ്റാത്ത പല മൂല്യങ്ങളും പറഞ്ഞുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള ആദർശ വ്യാഖ്യാനങ്ങളുമായി സുധീരൻ മുന്നോട്ട് വരുന്നു. ഇത് തന്നെയാണ് എടുത്തു ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ 100 രൂപ ശമ്പളം കൂട്ടിത്തരാൻ വേണ്ടി പൊരിവെയിലത്തും പെരുമഴയത്തും സമരം ചെയ്തപ്പോൾ സുധീരന്റെ ആദർശ ധീരത കണ്ടില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 29 ബാറിൽ നിന്ന് ഏതാണ്ട് 900 ശിഷ്ടം ബാറ് കൂട്ടിക്കൊടുത്തപ്പോൾ സുധീരൻ മദ്യവർജനത്തിനെതിരെ അല്ലെങ്കിൽ മദ്യ നിരോധനം വേണം എന്ന് വാശി പിടിക്കുന്ന സുധീരൻ എവിടെയായിരുന്നു എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ഇപ്പോൾ VD സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതോടുകൂടി അതിൽ പിടിച്ചു കയറിക്കൊണ്ട് സുധീരൻ ഇല്ല, ഉണ്ടാക്കാത്ത പുകലുകളൊന്നുമില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് എതിരെ ഉണ്ടായിരുന്ന KK മഹേശന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കണം എന്നുള്ളത്. എവിടെയായിരുന്നു പിണറായി വിജയൻ ഭരിച്ച 10 വർഷക്കാലം അത്രയും വെള്ളാപ്പള്ളി നടേശനെതിരെ ഈ കേസ് അന്വേഷിക്കണം എന്ന് പറയാൻ VM സുധീരന്റെ ഇടപെടലുകൾ കാണാതിരുന്നത്? ഇതെല്ലാം എടുത്തു പറയേണ്ട വസ്തുത തന്നെയല്ലേ? പിണറായി വിജയൻ മന്ത്രിസഭ നിലവിലിരിക്കുമ്പോൾ VM സുധീരൻ എന്തുകൊണ്ടാണ് ആദർശങ്ങളെല്ലാം മറന്നുപോയത്, ആദർശ ധീരത കൈവിട്ട് പോയതെന്നുള്ള ചോദ്യം തന്നെയല്ലേ? അല്ല, ആ ആദർശം കാണിക്കണമെങ്കിൽ അത് അത്ര കൃത്യമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഒരു ഓർമ്മയിലുള്ളൊരു കഥയാണ്. സുധീരൻ പാർലമെന്റിലേക്ക്, ആലപ്പുഴയിൽ നടന്നത്, പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. അതെ, സുധീരൻ്റെ കോൺഗ്രസിലെ തലമുതിർന്ന നേതാവായ മൊയ്തു മൗലവിയുടെ അനുഗ്രഹം മേടിക്കാൻ കോഴിക്കോട് ചെല്ലുകയാണ്. കോഴിക്കോട് ചെന്നിട്ട് ആദർശത്തെക്കുറിച്ച് ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊക്കെ ഭയങ്കരമായി മൊയ്തു മൗലവിയുടെ അടുത്ത് പറയുമ്പോൾ നല്ല കാര്യം, അങ്ങനെയുള്ളൊരു കുറേ പേര് കോൺഗ്രസ്സിൽ വേണം. പക്ഷേ എന്നിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞു. ആദർശവാന്മാർ ഒത്തിരി പേരുണ്ട് കോൺഗ്രസ്സിൽ, ഒത്തിരി. LP സ്കൂൾ എൻ്റെ സമൂഹത്തിലുമുണ്ട്. ആദർശ ധീരന്മാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. സുധീരനെ ആദർശ ധീരനായിട്ട് കണക്ക് കൂട്ടിയില്ല. എന്നിട്ടൊരു ചെറിയ ചോദ്യം ചോദിച്ചു. സുധീരൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ജീപ്പുകൾ, ഡൽഹിയിൽ നിന്ന് വന്ന ജീപ്പുകൾ 10-12 ജീപ്പ് ഓരോ നിയമമണ്ഡലത്തിലുണ്ടായിരുന്നു. ഈ ജീപ്പുകൾ എങ്ങനെയാണ് ഉണ്ടായത്, ഇവിടെ എങ്ങനെ വന്നു എന്നറിയാമോ എന്ന് ചോദിച്ചു. ആദർശ ധീരനാണെങ്കിൽ ഈ ജീപ്പേ കയറിയില്ല. ആദർശ ധീരനായിട്ടാണ് സുധീരൻ പോകുന്നതെങ്കിൽ ജീപ്പേ കയറിയില്ല. അതുപോലെ മാധവറാവു സിന്ധ്യയുടെ കാലത്ത് അപകടമുണ്ടായപ്പോൾ, വിമാനാപകടം ഉണ്ടായപ്പോൾ സിന്ധ്യ രാജിവെക്കണം ടെലഗ്രാം അടിക്കുകയും ഇവിടുത്തെ പത്രക്കാരുടെ എല്ലാം കൈയടി മേടിക്കുകയും ചെയ്ത സുധീരൻ. മറിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നരസിംഹറാവുവിൻ്റെ പീരീഡിൽ റെയിൽവേയിൽ വലിയ അപകടം ഉണ്ടാകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന സമയത്ത് നരസിംഹറാവു രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഈ ആദർശ ധീരൻ കാണിച്ചില്ല. ആദർശ ധീരതയിൽ വെള്ളം ചേർത്ത്
ആ കതറിനകത്ത് മറച്ച് കൊണ്ടു നടക്കുന്ന ഒരാളാണ് സുധീരൻ എന്നാണ് എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈ നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ആദർശധീരത മനുഷ്യൻ്റെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ മുഖമുദ്രയായിരിക്കണം, യാതൊരു തർക്കമില്ല. എന്നാൽ ഈ ഭരണം കിട്ടുമ്പോൾ മാത്രം ആദർശത്തെക്കുറിച്ച് പറയുകയും ഭരണം മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളുമായി അതിൻ്റെ സാരഥികൾ മുന്നോട്ട് വരുമ്പോൾ, അല്ല ഈ പഴയ തറവാടിൻ്റെ പൂമുഖത്ത് ചാരുകസേരയിലിരിക്കുന്ന കാരണവരുടെ താല്പര്യപ്രകാരം മാത്രം കാര്യങ്ങൾ പോയാൽ മതി എന്ന തരത്തിലുള്ള ഒരു പിടിവാശി അഥവാ ദുർവാശിയാണ് സുധീരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് കോൺഗ്രസിലെ മുതിർന്ന പല നേതാക്കളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ പാർട്ടി സംവിധാനങ്ങൾക്കുള്ളിൽ ചർച്ച ചെയ്യാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് സുധീരൻ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ അതിന് കൃത്യമായൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് ഈ പാർട്ടിയിൽ എൻ്റേതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ളതാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഭരണസാരഥികൾ മുന്നോട്ട് പോകണ്ട. മാത്രമല്ല, ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൽ താൻ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് BM സുധീരനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ പറഞ്ഞത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കത്തക്കതല്ല പൂർണ്ണമായും. കാരണം വി.ഡി. സതീശനല്ല കേരളത്തിൽ ഇക്കുറി മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ തീർച്ചയായും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം പ്രക്ഷുബ്ധമാകും. രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജ്ജുൻ ഖാർഗെക്കോ എന്തിന് സോണിയാഗാന്ധിക്കോ പോലോ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പിന്നീട് അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി അവർ മനസ്സിലാക്കി. ഇതിന് അഭിപ്രായം തേടുന്നതിനിടയിൽ മുതിർന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു വരുത്തുന്നു. അതിൽ സുധീരനും ഉണ്ടായിരുന്നു. സുധീരൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശന് അനുകൂലമായി സുധീരൻ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിലെ യഥാർത്ഥ അവസ്ഥ സുധീരൻ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ സുധീരൻ പറഞ്ഞതുകൊണ്ടാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ പരിമിതമായ ബോധ്യം. അല്ല, സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് നാച്ചുറൽ ചോയ്സാണ്. വേറെ ആളുടെ പേര് സുധീരൻ, പിന്നെ ആരുടെ പേരാണ് പറയാൻ പോകുന്നത്? കെ.സി. വേണുഗോപാലിൻ്റെ പേര് പറയുമോ? ആരുടെ പേര് പറയും? രമേശ് ചെന്നിത്തലയുടെ പേര് പറയുമോ? ഇവരൊന്നും പേര് പറയാൻ പറ്റില്ല. കേരളത്തിന്റെ പൊതുവികാരം എന്തായിരുന്നു എന്നുള്ളത് സുധീരൻ മനസ്സിലാക്കിയിട്ടുണ്ട്, പല നേതാക്കളും മനസ്സിലാക്കി. ഒരുപക്ഷെ ഈ കോൺഗ്രസിന്റെ മുതലാളിമാർ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ കട നടത്തുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് അത് മനസ്സിലാകാതിരുന്നതിന്റെ പേരിലാണ് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഒരാഴ്ചത്തോളം വൈകിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ കേരളത്തിലെ യഥാർത്ഥ ജനങ്ങളുടെ വികാരം, കേരളത്തിൽ ഇക്കുറി UDF വോട്ട് ചെയ്ത ആളുകളുടെ വികാരം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് സുധീരൻ പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ പൊതുവികാരം ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ സുധീരൻ മനസ്സിലാക്കിയെന്ന് മാത്രമേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലാതെ സുധീരൻ ഹൈക്കമാൻഡിൽ പോയി വി.ഡി. സതീശന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ പേരിലാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരാൻ തയ്യാറല്ല, കോൺഗ്രസും അതിന് തയ്യാറല്ല. എന്തായാലും ഈ ഭരണം കിട്ടിയ സന്ദർഭത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പല ആദർശങ്ങളും പറഞ്ഞ് സുധീരൻ മുന്നോട്ട് വരുമ്പോൾ അത് കോൺഗ്രസ് സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക. സമയം പോലും കൊടുത്തിട്ടില്ല. അതെ, ഒന്ന് ഇരിക്കാൻ പോലും സമയം കൊടുക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും അത് സുധീരൻ വി.ഡി. സതീശൻ സർക്കാരിനെ വെട്ടിലാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെന്ത് തന്നെയായാലും ഈ പഴയ പൂമുഖത്ത് ചാരുകസേരയിലിരിക്കുന്ന കാരണവന്മാരുടെ ആ ഒരു വഴിമുടക്കിയ രീതി സുധീരനുണ്ടെങ്കിൽ അദ്ദേഹം അത് മാറി നിൽക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് കോൺഗ്രസിനകത്ത് നിന്നും പൊതുവെ ഉയരുന്ന വികാരം. ഈ ഭരണം കിട്ടുമ്പോൾ മാത്രം പൊതുപ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ആദർശ ധീരത നല്ലതല്ല, അത് കാപ്പട്യത്തിൻ്റെ മുഖമുദ്രയാണ് എന്ന് തന്നെയാണ് പല കോൺഗ്രസ് നേതാക്കളും തുറന്നടിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും സുധീരൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക? വി.ഡി. സതീശൻ സർക്കാരിന് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്തുന്ന ആദർശ മുഖങ്ങളുമായി അല്ലെങ്കിൽ ആദർശ പരിപാടികളുമായി സുധീരൻ മുന്നോട്ട് വരുമോ എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം, കാത്തിരിക്കുക.